ഈ ഒരു ട്രേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ പ്രോപ്പർലി ബയാസ് പ്ലാൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡൗട്ട് ഉണ്ടാവും, എക്സിക്യൂഷൻസ് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്രേക്ക് ഡൗൺസിലേക്ക് നമുക്ക് എന്തായാലും പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് കറൻ്റ് കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിങ്ങളിപ്പോൾ ട്രേഡ് എടുക്കുന്നുണ്ടാവും ഡെയിലി, മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഈ ആഴ്ചയിൽ മൺഡേ എന്ന് പറയുമ്പോൾ ഏകദേശം 13-ാം തീയതി. അപ്പോൾ 13th മുതൽ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ ഓക്കെ, എല്ലാ ക്യാൻഡിൽസും ഓൾമോസ്റ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസാണ്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോപ്പർലി മാർക്കറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതിനുള്ളിൽ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഒരു റേഞ്ചിലാണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷെ ഇതിപ്പോഴും മനസ്സിലാക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടിന്യൂഷൻ എൻട്രി മോഡൽസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ വേറൊന്നുമല്ല. ആ ഒരു കണ്ടീഷൻ റേഞ്ച് മാർക്കറ്റിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ വർക്ക് ആവില്ല. സോ ആ സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. പ്രോപ്പർ നമുക്കൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് ലാസ്റ്റ് പേഴ്സണലി ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലുള്ള ട്രേഡ്സ് കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണെന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ഓൾറെഡി നിഫ്റ്റിയുടെ കേസിൽ നോക്കാം. നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്കൊരു റിവേഴ്സൽ തന്നിട്ട് നിൽക്കാം. ഓക്കെ, ഡൗൺ സൈഡിലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് നിൽക്കുകയാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. മാർക്കറ്റ് അപ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ. ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു അപ് സൈഡ് മൊമെൻറ്റം കിട്ടാം. കാരണം ഇവിടെ പ്രോപ്പർലി ബാലൻസസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല നമുക്കിതൊരു ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ആണ്. ഓക്കെ, അപ്പോൾ കറൻ്റ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്ന് കൺസിഡർ ചെയ്യാം? ഇതൊരു പ്രീമിയം സോണും ഇതൊരു ഡിസ്കൗണ്ട് സോണായിട്ട് കൺസിഡർ ചെയ്യാം ഡൗൺ സൈഡിൽ. ഇവൻ ഇനിയൊരു പ്രീമിയം സോണിൽ നിന്നായിരിക്കാം സെല്ല് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം സോണിലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിലേക്ക് നോക്കാം. ഫസ്റ്റ് പ്ലാൻ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഫസ്റ്റ് ലെവൽ പ്ലാൻ ഇതാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. എഗെയിൻ അവിടെ നിന്ന് അവൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേസ് നോക്കാം. സോ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെ സപ്ലൈ പ്ലോട്ട് ചെയ്തിട്ട് എൻട്രീസ് വേറെ കയറാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രോങ് ഹൈയിലേക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. മനസ്സിലായോ? ഇതാണ് കറൻ്റ് നമുക്ക് നിഫ്റ്റിയിൽ ഡെയിലി ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ബയാസ്. മനസ്സിലായോ? പക്ഷെ ഇതിന് നമുക്ക് കൺഫർമേഷൻ വേണം കേട്ടോ. 50 മിനിറ്റ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ കയറിയാൽ മതി, അല്ലാതെ ഡയറക്റ്റ് കയറണ്ട. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, 30th തൊട്ട് ഇതുവരെ മാർക്കറ്റ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് കുറയുമ്പോൾ കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ ആളുകൾ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എല്ലാ ദിവസവും ഒരു കോൾ പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ രാവിലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു കോൾ ഇടാം. മെയിൻലി ഞാൻ അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലാവും? നമുക്ക് പ്രോപ്പർലി ക്ലാരിറ്റിയോടെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കാര്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അജണ്ട. നമ്മൾ ഇത് മെയിൻലി നോക്കണ കാര്യം അതാ. അങ്ങനെയൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. മനസ്സിലാവും? അപ്പോൾ ചില സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രേഡ്സ് ഇടുമ്പോഴും പാനിക് ആവും. നിങ്ങളിപ്പോൾ എല്ലാം പറയുന്ന കാര്യങ്ങൾ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡൗൺ സൈഡിലേക്ക് വരാൻ. പക്ഷെ ഇവിടെ ഒരു കൺഫർമേഷൻ പ്ലോട്ട് ചെയ്തിടാനുള്ള ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ട്രേഡ്സ് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് എൻട്രി നോക്കിയാൽ അറിയാം. നമ്മളിവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കയറുക. മനസ്സിലായോ? ഇതേപോലെ പ്രീമിയത്തിൽ ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ അതിന് ശേഷം എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ സീരീസ് ഓഫ് വീഡിയോസ് കറൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ SMC സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും അതിൽ പോയിട്ട് 1 by 1 വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിലും പ്രോപ്പർലി ക്ലാരിറ്റിയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഡെയിലി പ്ലാൻസ് ഓക്കെ ആണല്ലേ? ഡെയിലി നമ്മൾ ഇങ്ങനെ 2 പ്ലാൻസ് ആണ് നോക്കണം. പക്ഷേ ഇവിടെ നമുക്ക് കൺഫർമേഷൻ വേണം. നമുക്ക് 15 മിനിറ്റിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ ഈ ഒരു റേഞ്ചിൽ എന്താ സംഭവിച്ചത് കണ്ട് ഇവിടെ നിന്ന് ഈ ഒരു മൊമെൻറ്റം ഹോൾഡ് ചെയ്തിട്ട് ഇതിനുള്ളിൽ 2 ദിവസം നിന്നിട്ടുള്ളത്. ഈ 2 ദിവസത്തിൽ ഒന്നും തന്നെ ഇല്ല പറയാൻ. മനസ്സിലായോ? അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇക്വിറ്റി ഗ്രാബ് ചെയ്തു, അപ്പ് സൈഡിലേക്ക് പോയി, അപ്പ് സൈഡിൽ ഇക്വിറ്റി ഗ്രാബ് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് വന്നു. സോ ഇത് പ്രോപ്പർലി എന്താണ്? ഒരു റേഞ്ചാണ് അല്ലേ?
പ്രോപ്പർലി ഒരു റേഞ്ചാണ്. നിങ്ങൾ ഈ പ്ലാനിലേക്ക് എൻട്രി നോക്കണമെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ, മനസ്സിലായോ? ഈ പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,419 എന്ന് പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്സൈഡ് ബയാസ് എടുത്തിട്ട് എൻട്രി നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ബയാസിലേക്ക് എങ്ങനെയാണ് എൻട്രി നോക്കാമെന്ന്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും കൂടെ നോക്കിയിട്ട് നമുക്ക് ബയാസ് എൻട്രി വരാം. എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് പറയുകയാണ്, ഇങ്ങനെ ഒരു ഡെയിലി പ്ലാൻ നിങ്ങൾക്ക് കിട്ടുകയാണ്, 50 മിനിറ്റിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. സോ നമ്മളുടെ ബയാസ്, നമ്മളുടെ പ്ലാൻ അവിടെ കൂടുതലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതേപോലെയുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കും നമ്മളുടെ ബയാസ്. സോ ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ എങ്ങനെയാണ്, ഇങ്ങനെയായിരിക്കും ഇവിടെ മൂവ് ചെയ്യാം. സോ ഇതിലേക്ക് എപ്പോഴാണോ അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചർ, അപ്പ് സൈഡിലേക്ക് ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത്, അവിടെ നിങ്ങളൊരു എൻട്രി മോഡൽ പ്ലാൻ ചെയ്ത് ആ എൻട്രി മോഡലിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇതാണ് ക്ലിയർലി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത്, അപ്പോൾ നമുക്കിവിടെ ഒരു ബയാസ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. ഇങ്ങനെ ഒരു ബയാസ് നമുക്ക് 50 മിനിറ്റിൽ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, 50 മിനിറ്റ് ഉണ്ട്. ഓക്കെ, 50 മിനിറ്റ് ആണ് കറണ്ട്ലി കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു 50 മിനിറ്റ് ബയാസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. ഇങ്ങനെ ഒരു പ്ലാൻ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഉണ്ട്. ഓക്കെ, ഈ പ്ലാനിലേക്ക് എങ്ങനെയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസത്തിൽ മാർക്കറ്റിൽ നമ്മൾ ഇനി നമുക്ക് ബയാസിങ്ങടെ ഡൗൺ സൈഡിലേക്ക് കണ്ടോ, ഈ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രീസ് മാത്രമായിരിക്കും നമ്മൾ നോക്കാം. നമുക്കൊരു സ്ട്രെങ്ത് അവിടെ കിട്ടണം. അത് എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ നോക്കാം. ബെറ്റർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു പുഷ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കറന്റ് ഇവിടെ സ്ട്രെങ്ത് നോക്കിക്കേ. കറന്റ് ഇവിടെ സ്ട്രെങ്ത് എന്താ അവസ്ഥ കണ്ടോ, ഇവിടെ സ്ട്രെങ്ത് ഇപ്പോൾ ഒരു അപ്പ് സൈഡ് ആണ് അല്ലേ. ഇപ്പം നമ്മളുടെ ബയാസ് എന്താ, ഡൗൺ സൈഡ് ആണ്, പ്ലാൻ ഡൗൺ സൈഡ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമുണ്ടോ, ഇവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പം നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഡൗൺ സൈഡിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മാത്രം എൻട്രി നോക്കുക. ഇതൊക്കെ മാർക്കറ്റ് കാണിക്കും, അതിലേക്കൊന്നും നമ്മൾ ഫോക്കസ് ആവേണ്ട ആവശ്യമില്ല. മനസ്സിലാവും? യെസ്. കറന്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെന്റം വെച്ചിട്ട് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ സൈഡ് മൂവ് അല്ലേ, ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ സൈഡ് മൂവ് അല്ലേ? യെസ് ഓർ നോ? യെസ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കില്ലേ? യെസ്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാം. നമുക്ക് പ്ലാൻ താഴേക്ക് ഉണ്ടല്ലോ, പക്ഷേ ഞാൻ ആ ഒരു കംപ്ലീറ്റ് പ്ലാൻ അല്ല, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 1:2, 2.5 ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അത് പ്ലാൻ ചെയ്യുക. ഇനി അതിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ലേൺ ചെയ്യുക, പഠിച്ചതിന് ശേഷം മാത്രം സ്കെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടോ, അപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ടാപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു. സോ നമ്മളിത് കണ്ടിട്ടുള്ള കണ്ടീഷനാണ്. നമുക്കൊരു ബയാസ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രോപ്പർലി നിൽക്കണ്ടാവും. അപ്പോൾ ആ ഒരു ബയാസ് ഡൗൺ സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത അഗ്രഷൻ കണ്ടോ, ഫസ്റ്റ് മാർക്കറ്റിൽ ഇതേപോലത്തെ അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷനെ നമ്മൾ മനസ്സിലാക്കണം, അതിനുശേഷം അതിൽ എൻട്രീസ് നമ്മൾ പ്ലാൻ ചെയ്യാം. മനസ്സിലായോ? സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻസ് വർക്കൗട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് കയറുന്ന ആളുകൾ ഉണ്ടാവാം, ലോ ബ്രേക്ക് ഔട്ട് കയറുന്നവർക്ക് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നു, നിയറസ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റുള്ള സ്വിങ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന എൻട്രി മോഡൽ, അതിലേക്ക് നിങ്ങൾ ഇതിനെ ക്ലബ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളുടെ സീരീസ് ഓഫ് വീഡിയോസ് കാണുക, അപ്പോൾ അതിൽ ഓൺ ഗോയിങ് കൺഫർമേഷൻസ് എൻട്രി മോഡൽസ് എല്ലാം തന്നെ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബയാസ്, അതിലേക്കുള്ളൊരു എക്സിക്യൂഷനാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ പ്രോപ്പർ ബയാസ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ബയാസ് അറിയാതെ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലുണ്ടാവുക, അതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല ക്ലാരിറ്റിയോടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിഫ്റ്റിയുടെ എത്ര ഉള്ളൂ, അതുപോലെ ബയാസിലേക്കുള്ളൊരു എക്സാമ്പിൾ നമ്മളിവിടെ കാണിച്ചു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയിലാണ് റീസെൻ്റ്ലി ലാസ്റ്റ് വീക്സ് നല്ലൊരു എൻട്രി നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു എൻട്രി ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ. ഇതാണ് ആ എൻട്രി. ഈ ഒരു ദിവസത്തിൽ ഇവിടെ ഇരിക്കട്ടെ, ഈ ഒരു ദിവസത്തിൽ മാർക്കറ്റ് ഈ ഒരു കണ്ടീഷനിലാണ് ഞാനൊരു എൻട്രി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, എന്തുകൊണ്ടാണ്? സിമ്പിൾ. നോക്കിയേ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പ്രോപ്പർലി ഡിമാൻഡ് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ഇവിടെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഡിമാൻഡ് സോണിന് മുമ്പ്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക ഇൻഡ്യൂസ്മെൻറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മുടങ്ങുമ്പോൾ പഠിക്കും കേട്ടോ. അതൊന്നും കേട്ട് നിങ്ങൾ ഇതാവേണ്ട ആവശ്യമില്ല. സോ ഇതിനെ എടുക്കാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്, മനസ്സിലായോ? പോസിബിലിറ്റി ഹൈ ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് സെല്ലിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലാണ് ഇതിൽ ഞാൻ എൻ്റെ എൻട്രീസ് പേഴ്സണൽ എൻട്രീസ് വരാം. സോ നമ്മൾ പഠിക്കുന്ന രീതിയിലേക്ക് ഇതിനെങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു ട്രേഡ് നമ്മൾ ഇട്ടിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടോ ഇതൊക്കെ തന്നെ സിമ്പിളായിട്ട് നമ്മളോട് പ്ലോട്ട് ചെയ്തിട്ട് കണ്ടിന്യൂഷൻ. എന്താണ് ഇതൊരു സ്ട്രക്ചർ കണ്ടിന്യൂഷനാണ്. ഡൗൺ സൈഡ് ട്രേഡ് എന്ന് പറയുന്നത് റിസ്ക് എൻട്രി ആണ്. സോ അവിടെ ഞാൻ നല്ല രീതിയിൽ എൻ്റെ റിസ്കിനെ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസ്ക് അവിടെ കൊടുക്കാറുണ്ട്. കൺഫർമേഷൻസ് കൂടുമ്പോൾ നമുക്ക് റിസ്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. സോ ഇവിടെ പ്രോപ്പർലി ഒരു എൻട്രി നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് നമ്മളുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടില്ലേ? യെസ്. കുറച്ചും കൂടെ അഗ്രസീവ് ആണെങ്കിൽ നമുക്ക് ഇവിടെയും ട്രെൻഡ് റിവേഴ്സലായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇതൊരു പ്രോപ്പർ റേഞ്ച് ആയിരുന്നു മാർക്കറ്റ്. അതിനുശേഷത്തെ ഇക്വിലിബ്രിയം ലെവലിൽ നിങ്ങൾ നോക്കിയാലോ, പ്രോപ്പർ ഇക്വിലിബ്രിയം ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം പക്ഷേ ഇത് പേഴ്സണൽ ട്രേഡ്സ് എടുക്കുന്ന സമയത്ത് എനിക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാവും? ഈ ട്രേഡ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടെലിഗ്രാം എല്ലാം കൂടെ ചില സമയത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, എക്സിക്യൂഷൻ നോക്കാം. കാരണം ഇവിടെ കൺഫർമേഷൻ ആയിട്ടുണ്ട്. മനസ്സിലാവും? കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ബയാസ് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഡൗൺ സൈഡിലേക്ക് അഗ്രസീവ് കണ്ടത്. ഇതൊരു ഡൗൺ സൈഡിലേക്കുള്ള അഗ്രസീവ് അല്ലേ? സോ അതിലേക്കുള്ള റീടെസ്റ്റാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് പോയതായിട്ട് കാണാം. റീ എൻട്രി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം പ്ലാൻ ചെയ്തില്ലേ? പക്ഷെ ഇതിവിടെ ഇരിക്കട്ടെ. നിങ്ങൾ നോക്കിക്കേ, സ്ട്രക്ചർ ജസ്റ്റ് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടും കൂടി ഇവിടെ ഇല്ലേ? യെസ്, പ്രോപ്പർലി നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടും കൂടി ഇവിടെ ഉണ്ട്. എഗെയിൻ ഈ ബ്രേക്ക് ഔട്ടിൻ്റെ ഇക്വിലിബ്രിയം നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. അല്ല ഇതിൽ സപ്ലൈയിൽ നമുക്ക് എൻട്രി എടുക്കാം. കണ്ടോ? അപ്പോൾ സപ്ലൈ സോൺസിൽ മാത്രമായിട്ട് എൻട്രി ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം. കാരണം ഇതാണ് പ്രോപ്പർലി ഒരു സപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സപ്ലൈയിൽ എൻട്രി എടുക്കുന്നവർക്ക് അവിടെയും ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. നമ്മൾ ഈ രണ്ട് എൻട്രീസ് ആണ് കറൻ്റ്ലി പറയുന്നത്, ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മുടെ വെബിനാറിൽ പറയുന്നപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മന്ത്ലി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഡേറ്റും ടൈമൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ഇത് കണ്ടോ, ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. സോ നമുക്ക് എങ്ങോട്ട് പ്ലാൻ ചെയ്യാം, ഈ ടാർഗറ്റിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 1:4 ഉള്ളൂ കംപ്ലീറ്റ് ടാർഗറ്റ്. സെക്കൻഡ് സപ്ലൈ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. മേജർ സപ്ലൈസിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, എഗെയിൻ കണ്ടിന്യൂഷൻ. കണ്ടോ, നമ്മൾ പറഞ്ഞ പ്രോപ്പർ പ്ലാനിലേക്ക് വന്നു. അപ്പോൾ ഇതിന് ശേഷം അപ്പ് സൈഡ് എൻട്രി നമ്മൾ എന്താ പറഞ്ഞത് നോക്കിക്കേ, ഡൗൺ സൈഡിലേക്ക് പറഞ്ഞു. ഇത് നമ്മൾ ഏകദേശം 11:19 ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഡൗൺ സൈഡിൽ പ്രോപ്പർ വന്നതിന് ശേഷം ഞാനിവിടെ അപ്പ് സൈഡ് എൻട്രി വന്നിട്ടുണ്ട്. LTF കൺഫർമേഷൻ കണ്ടോ, 500 പോയിന്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കണ്ടോ എക്സിക്യൂഷൻസ് എടുത്ത് കുറവാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ലോ ടൈം ഫ്രെയിമിൻ്റെ കൺഫർമേഷൻസ് പ്രോപ്പർലി 24% മാത്രമാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത്. കാരണം അറിയാം, കാരണം നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കില്ല. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ റീറ്റെയിലർ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ പറയുന്ന എൻട്രീസ് നോക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ മെയിൻലി പറയുന്ന കാര്യത്തിൽ കൺഫർമേഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ പ്രീമിയത്തിൽ 603 793 എക്സിറ്റ് ചെയ്തിട്ടുള്ളത് 1:3. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് അവിടുത്തെ ഒരു RR നമ്മൾ ഫോക്കസ് ചെയ്യുക. 1:3 ആണ് നമ്മൾ RR എടുത്തിട്ടുള്ളത്. ഞാൻ 1% റിസ്ക്കാണ് ക്യാപിറ്റലിൽ നിന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എഗെയിൻ ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം, കണ്ടിന്യൂഷനിലേക്ക് വരാം. കണ്ട് ഇവിടെ പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. നമുക്ക് അപ്പ് സൈഡ് അഗ്രസീവായിട്ട് ഇവിടെ ഒരു അഗ്രസീവ് കണ്ടീഷൻ നമുക്ക് ഇവിടെ കാണാം അല്ലേ. അപ്പം അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, അറൗണ്ട് ഈ ഒരു സോണിലല്ലേ. ഇപ്പം ഇവിടെ ഒരു അപ്പ് സൈഡ് മൊമെൻറ്റം വളരെ അഗ്രസീവായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ
ഇനി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണാം, ഇവിടെ ഒരു പ്രോപ്പർ ഡിമാൻഡ് ഉണ്ട് അല്ലേ. ഈ ഒരു ഡിമാൻഡിൽ നിന്നൊക്കെ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, സോ ഞാനിതൊരു ബയാസ് അപ്പ് സൈഡിലേക്കുള്ള എൻട്രീനെ കേട്ടോ നമ്മളിവിടെ കണക്ട് ചെയ്യണേ. നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് സൈഡ് എവിടെ വരെ ഉണ്ട്, നമ്മൾ പറഞ്ഞ പ്ലാൻ അപ്പ് സൈഡാണ്. ഞാൻ എപ്പോഴും ഒരു RR ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. കംപ്ലീറ്റ് പ്ലാനിലേക്കും ബയാസ് മുട്ടണ വരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് കണ്ടോ യെസ് പ്രോപ്പർലി നല്ലൊരു RR അപ്പ് സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രേഡിലേക്ക് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറൻ്റ്ലി ഈ ഒരു എൻട്രി മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പ് സൈഡിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻട്രി. നല്ല പക്ഷേ അപ്പ് സൈഡ് എൻട്രി ആണ് കുറച്ചും കൂടി കൺഫേം. ബയാസിലേക്കുള്ള എൻട്രി പ്രോപ്പർ ബയാസ് അപ്പ് സൈഡ് ആണ് 50 മിനിറ്റ് കണ്ടീഷനിൽ. അപ്പോൾ അതാണ് ബെറ്റർ. ഇത് 2 കേസസ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡൗൺ സൈഡ് ബയാസിലേക്ക് നമുക്ക് 2 എൻട്രീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടോ, അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി, പ്രോപ്പർ ബയാസ് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഡയറക്ഷനിൽ പ്രോപ്പർ കൺഫർമേഷൻ എടുത്ത് കയറി. അതാണ് ഏറ്റവും ബെറ്റർ ട്രേഡ്സ് കേട്ടോ. ട്രേഡ്സിൻ്റെ എണ്ണം കുറവായിരിക്കും, ഞാൻ എപ്പോഴും പറയാം. നമുക്ക് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുമ്പോൾ എൻട്രീസ് കുറവായിരിക്കും, പക്ഷേ ക്വാളിറ്റി ആയിട്ടുള്ള ട്രേഡ്സ് നിങ്ങൾക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും. ക്വാളിറ്റി ട്രേഡ്സിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലാണ് മുമ്പോട്ട് നിങ്ങളുടെ ഈ ഒരു ജേർണി നല്ല രീതിയിൽ പോകുള്ളൂ. സോ 15 മിനിറ്റിൽ ഇനി നമുക്ക് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് പ്ലാൻസിലേക്ക് വരാം. അപ്പോൾ ലാസ്റ്റ് വീക്സിലുള്ള ഒരു നല്ലൊരു എൻട്രി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ബയാസിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബയാസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ലൊരു ഡൗൺ സൈഡ് മൂവ് ആണ് നിഫ്റ്റി തന്നുകൊണ്ടിരിക്കുന്നത്, ബാങ്ക് നിഫ്റ്റി തന്നുകൊണ്ടിരിക്കണേ. കറൻ്റ്ലി ഇവനാണ് കറൻ്റ്ലി ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഹൈ ഇവനാണ്. കറൻ്റ്ലി ഒരു ബെയറിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ബാങ്ക് നിഫ്റ്റി. ഇനി നമുക്ക് ഈ ഒരു പ്ലാൻ 50 മിനിറ്റ് ഇപ്പോൾ അപ്പ് ട്രെൻഡ് അല്ലേ, നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാം ഡെയിലി കേട്ടോ. ഈ ലെവല് സെക്കൻഡ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് മേ ബി ഇത് ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് ശേഷം ഈ ലെവൽ ഇതാണ് പ്രോപ്പർലി പ്ലാൻ. ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ പോവാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അപ്പ് സൈഡ് പ്ലോട്ട് ചെയ്ത് നോക്കാം. റിവേഴ്സ് ആവണമെങ്കിൽ മാത്രം നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോകാം. മേളിലേക്ക് ഇവിടെ ആണ് ഇതൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എടുക്കാം. ലിക്വിഡിറ്റി ഓൾറെഡി ഗ്രാബ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കൊണ്ടാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി എടുത്ത് കണ്ടോ. ഇനി ഇവിടെ ഇല്ല, ഓർഡേഴ്സ് എല്ലാം പെൻഡിങ് ഉള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇനി 50 മിനിറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്താ കണ്ടീഷൻ നോക്കണം. കണ്ടോ 50 മിനിറ്റ് ഒരു കണ്ടിന്യൂഷൻ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കട്ടെ. 50 മിനിറ്റിൽ ഞാൻ പറയാം, ഇത് ഈ ഒരു ലെവല് കുറച്ച് സ്ട്രോങ് ആണ്. ഇവൻ എഗെയിൻ നാളെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിജക്ഷൻ്റെ ഒപ്പം അപ്പ് സൈഡ് എൻട്രി നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ ഇവനെയും കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അപ്പ് സൈഡ് നോക്കിയാൽ മതി. ചിലപ്പോൾ എന്ത് ചെയ്യാം, 2 കണ്ടീഷനുള്ളൂ. ഒന്ന് ഇവിടെ നിന്ന് ബൈ ചെയ്യാനും പിന്നെ ഇവിടെ നിന്ന് ഒരു സെൽ ഓഫ് ക്രിയേറ്റ് ചെയ്യാനും. കാരണം ഇവിടെ ഒരു റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് 2-ന് ശേഷം മാർക്കറ്റ് ഒരു മൊമെൻറ്റം തരികയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ. നിങ്ങൾ ബയാസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഞാൻ ആ ലെവലിൽ കൊണ്ടൊന്ന് പ്ലോട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ അപ്പ് സൈഡ് കൺഫർമേഷൻ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷനും ഡൗൺ സൈഡ് കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ കേട്ടോ. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യണം എന്ന് ഞാൻ പറയാനുള്ളത്. ഇതിനുള്ളിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ബെറ്റർ. വേണമെങ്കിൽ മാർക്കറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് നല്ലൊരു എൻട്രി ഈ ബയാസിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനും പേഴ്സണലി എൻ്റെ ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ ഈ കണ്ടീഷനിൽ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഞാനെന്തായാലും പറയാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓൺ ഗോയിങ് ടെലിഗ്രാമിൽ അപ്ഡേറ്റ്. അപ്പോൾ ടെലിഗ്രാമിൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം തന്നെ എന്താണ് കൺഫർമേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കേട്ടോ. എന്താണ് കൺഫർമേഷൻ, എന്താണ് റീസൺ, ഒരു ട്രേഡ് എടുത്ത് നമ്മൾ ഹോൾഡ് ചെയ്തതിന് സമയം കുറേ ടൈം കണ്ട് ഇവിടെ ടാപ്പ് ചെയ്തു. ഫസ്റ്റ് തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം നല്ല അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നു. നിങ്ങൾ ആലോചിക്കും 3 മണിക്കൂറൊക്കെ ഒരു ട്രേഡ് നമ്മളവിടെ ഇട്ടേച്ചു. ഇത്രയും ടൈമൊന്നും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, എക്സിറ്റ് ചെയ്യുക. മാക്സിമം ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ മാക്സിമം 45 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത്. അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ട്രൈക്ക് സെലക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുള്ള സ്ട്രൈക്കിലേക്ക് നോക്കുകയാണെങ്കിൽ
കൂടുതൽ ഞാൻ ഇൻ ദ മണീസാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ എൻട്രി മോഡലിൽ ബെറ്റർ ഇൻ ദ മണിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് നെക്സ്റ്റ് എക്സ്പയറി എടുക്കേണ്ട ദിവസമുണ്ട്. അത് നിങ്ങളൊന്ന് വെബിനാർ അറ്റൻഡ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് സെലക്ഷൻ പറഞ്ഞുതരാം. കാരണം ജാനുവരി 13 എക്സ്പയറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബെറ്ററാണ്. നമ്മൾ കുറച്ചധികം ടൈം പോയാലും അതിൽ DK കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ചെയ്യുന്നത് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ലെവൽസ് എല്ലാം പ്ലോട്ട് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് പ്രോപ്പർ എക്സിക്യൂട്ട് ചെയ്യുക. ഒപ്പം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാം. ടെലിഗ്രാമിൽ എല്ലാവരും പുതിയ മെമ്പേഴ്സ് എല്ലാവരും ജോയിൻ ആവുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് സൈഡിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് ഇറ്റ്സ് മൈ സൈനിങ് ഓഫ്.